या तो हाथ उठाए या तो जवाब दे. सबको मलयालम आता है मतलब. പക്ഷെ ശബ്ദം ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ലേ? കുറച്ച് നോയ്സ് അടുത്തിരുന്നെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓക്കെ, ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ ഓക്കെ. ऐसे कितने लोग हैं जो मलयालम बिल्कुल नहीं जानता? एक है, एक ही है. चलिए कोई बात नहीं. ठीक है. मैं मलयालम के साथ साथ हिंदी भी थोड़ा सा बोलूँगा तो आपको समझ में आ जाएंगे. तो സോറി, ഞാൻ കൂടുതൽ ഹിന്ദിയാണ് ഞാൻ സംസാരിക്കാറ്. കാരണം ഇവിടെ നോർത്ത് ഇന്ത്യ ആയതുകൊണ്ട് മലയാളത്തിലെ പ്രസംഗം വളരെ ചുരുക്കമാണ്. ഹിന്ദിയാണ് സംസാരിക്കുക. ചിലപ്പോൾ അറിയാതെ മലയാളത്തിൻ്റെ സ്ഥാനത്ത് ഹിന്ദി തന്നെ ആയി പോകും. പ്രൈസുള്ള അങ്ങനെ വന്നാൽ നിങ്ങൾ ക്ഷമിക്കുക. പ്രൈസുള്ള എങ്കിലും മലയാളത്തിൽ സംസാരിക്കാൻ ലഭിക്കുന്ന ആ, സാഹചര്യങ്ങൾ, മലയാളത്തിൽ സംസാരിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ, അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. സന്തോഷം എന്ന് വെച്ചാൽ മലയാളം നമ്മുടെ സ്വന്തം ഭാഷ ആയതുകൊണ്ട് സംസാരിക്കാൻ വളരെ संतोषमुള്ള കാര്യമാണ്. प्रेज़ द लॉर्ड. प्रभु के नाम की महिमा. तो आज हम कुछ समय के लिए परमेश्वर के अभिषिक्त जब हम बोलते हैं, നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ദൈവദാസനെ നമ്മൾ ക്ഷണിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ദൈവദാസൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രാസംഗികൻ വരുമ്പോൾ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അഭിഷിക്തൻ എന്നുള്ളൊരു വാക്ക്. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ സംസാരിച്ച് പറഞ്ഞു ദൈവത്തിൻ്റെ അഭിഷിക്തൻ നമ്മുടെ മധ്യത്തിലുണ്ട്. എല്ലാവരും അഭിഷിക്തരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും കർത്താവിൻ്റെ അഭിഷേകം. हर एक व्यक्ति प्रभु के अभिषिक्तों में आता है. अभिषेक प्राप्त किए लोगों में आता है. तो അഭിഷേക് के बारे में कुछ बातें मैंने आज बताना चाहूँगा कि അഭിഷേകം എന്ന വിഷയത്തെക്കുറിച്ച് അല്പമായിട്ട് ഇന്ന് പകൽ നമുക്ക് ചിന്തിക്കാം. ഒരു പക്ഷേ നാളെ സമയമുണ്ടെങ്കിൽ നാളെയും അല്പം നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഈ അഭിഷേകം എന്ന വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ എന്താണ് നമ്മൾ പെട്ടെന്ന് ഇതിലേക്ക് നമുക്ക് മനസ്സിലായി വരുന്നത് എന്താണ്? അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തൈലം പുരട്ടുക എന്ന് പറയുമ്പോൾ അത് ശരീരത്തിന് മുകളിൽ പുരട്ടുകയാണ്. ശരീരത്തിന് ഊപ്പല്ല കാത്തയാണ് തൈലം പുരട്ടുക, അഭിഷേകം. അപ്പോൾ പല രീതിയിൽ അഭിഷേകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയും. എണ്ണ പൂശുക, അല്ലെങ്കിൽ തൈലം പുരട്ടുക എന്നൊക്കെ നമുക്കൊരു പക്ഷേ അതിനെ പറയാൻ സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ അഭിഷേകം എന്ന് നമ്മൾ പറയുമ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്? ദൈവത്തിൻ്റെ അഭിഷേകം എന്ന് പറയുമ്പോൾ എന്തിനോ വേണ്ടി മാറ്റി നിർത്തുക അല്ലെങ്കിൽ എന്തിനോ വേണ്ടി സമർപ്പിക്കുക, അലഗ് കർണ, കുച്ച് കാര്യത്തിൽ അലഗ് കർണ ഭി. കേവലം എണ്ണ പൂശുക അല്ലെങ്കിൽ തൈലം പുരട്ടുക എന്നൊരർത്ഥമല്ല ആമേ ദൈവത്തിൻ്റെ ദൈവവുമായി ബന്ധപ്പെട്ട അഭിഷേകം എന്ന് പറയുന്ന കാര്യം വരുമ്പോൾ വരുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ വിശുദ്ധമായ ഉദ്ദേശത്തിന് വേണ്ടി സമർപ്പിച്ച് മാറ്റിവെക്കുന്നത് അഭിഷേകവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പ്രൈസ്. ആ പ്രത്യേകമായ കാര്യത്തിന് വേണ്ടി ശക്തി നൽകി അല്ലെങ്കിൽ ദൈവിക ശക്തി നൽകി അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് അഭിഷേകവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ആ മാറ്റിവെച്ച അല്ലെങ്കിൽ സമർപ്പിച്ച ആ ശക്തി നൽകി മാറ്റപ്പെട്ട വ്യക്തിക്ക് അധികാരം കൂടി നൽകി ആമേൻ നിയോഗിക്കുന്നത് ദൈവത്തിൻ്റെ അഭിഷേകവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ വ്യക്തിക്ക് മറ്റൊരു ഐഡന്റിറ്റി, വ്യത്യസ്തനായ ഒരു ഐഡന്റിറ്റിയും കൂടെ നൽകുന്നത് അഭിഷേകവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ അഭിഷേകം എന്ന് പറയുമ്പോൾ വെറുതെ എണ്ണ പൂശുക അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ മേലേക്ക് ഒഴിക്കുക അല്ലെങ്കിൽ നമ്മുടെ മേലേക്ക് പുരട്ടുക എന്നുള്ള ഒരു സാധാരണ അർത്ഥമല്ല. ദൈവജനവുമായി ബന്ധപ്പെട്ട് അഭിഷേകം എന്ന് പറയുന്ന വിഷയം വരുമ്പോൾ കംപ്ലീറ്റ്ലി സമർപ്പിച്ച അല്ലെങ്കിൽ വിശേഷ करके अलग किया हुआ एक व्यक्ति, उस व्यक्ति को सामर्थ्य दिया गया, उस व्यक्ति को अधिकार दिया गया, उस व्यक्ति को एक अलग आइडेंटिटी दिया गया. उस सेपरेशन के साथ, उस आइडेंटिटी के साथ, उस सामर्थ्य के साथ अलग രീതി में प्रस्तुत करना, वो അഭിഷേകവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ്
നമ്മളെല്ലാവരും അഭിഷിക്തരാണ് എന്ന് മനസ്സിലാകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോ അഭിഷേകം പ്രാപിച്ച അല്ലെങ്കിൽ അഭിഷിക്തരായ ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ സംരക്ഷണമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രകാരം ദൈവം തെരഞ്ഞെടുത്തു, ദൈവം ശക്തീകരിച്ചു, ദൈവം ഒരു പുതിയ ഐഡന്റിറ്റി നൽകി. ആ സംരക്ഷണവും ദൈവത്തിൽ നിന്ന് ഉള്ളതാണ്. അപ്പോൾ അഭിഷേകത്തിൽ പഴയ നിയമത്തിൽ നമ്മൾ പോകുമ്പോൾ പല രീതിയിലുള്ള അഭിഷേകങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കും. ഭൗതികമായ രീതിയിൽ അഭിഷേകം ചെയ്യുന്നതിനെ നമുക്ക് കാണാൻ സാധിക്കും. ആത്മികമായ രീതിയിൽ അഭിഷേകം ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ സന്ദേശവാഹകരായി, ദൈവത്തിൻ്റെ വക്താക്കളായി ദൈവം പ്രവാചകന്മാരെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഭൂമിയിൽ കർത്തൃത്വം നടത്തുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേൽ അധികാരം നടത്തുവാൻ രാജാക്കന്മാരെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. നമ്മൾ വായിക്കുന്നത് നിംഷിയുടെ മകനായ യേഹുവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യും. അപ്പം മറ്റുള്ളവരുടെ മുമ്പിൽ അധികാരം നടത്തി അവരെ ഭരിക്കേണ്ടതിന് ഒരു അഭിഷേകം എന്താണ്? ദൈവം സെപ്പറേറ്റ് ചെയ്തു, അവനെ ഭരിക്കുവാനുള്ളതായ ശക്തി നൽകി, അവനൊരു പുതിയ ഐഡന്റിറ്റി നൽകി, വ്യത്യസ്തനാക്കി, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി അവനെ നിയോഗിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ഒരു സഭയിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു പൊസിഷൻ നൽകി ദൈവം നിങ്ങളെ ആദരിക്കുകയും മാനിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ ഉന്നത പദവിയിൽ ഇരുത്തുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഒരു അഭിഷേകം അല്ലെങ്കിൽ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ പൊസിഷനിലേക്ക് വരാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ആ പൊസിഷനിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ പഠിച്ച ജ്ഞാനത്തിൻ്റെ ബുദ്ധിയും ജ്ഞാനവും എന്ന് നിങ്ങൾ മാത്രം ചിന്തിക്കരുത്. ദൈവത്തിൻ്റെ ഒരു കരം കൂടി നിങ്ങളുടെ മുന്നിലുള്ളത് കൊണ്ടാണ്ട് നിങ്ങൾ ആ പദവിയിൽ അവിടെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് അങ്ങനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഏതെങ്കിലും പദവിയിൽ ഇരിക്കുന്നെങ്കിൽ ചിന്തിച്ചോണം, ദൈവത്തിൻ്റെ ഒരു കരം നിങ്ങളുടെ മേലുണ്ട്. ആ ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ മേലുള്ളത് കൊണ്ട്, ദൈവം നിങ്ങൾക്ക് ജ്ഞാനവും ബുദ്ധിയും നൽകുന്നത് കൊണ്ട്, ദൈവം നിങ്ങൾക്ക് അതിനെ ചെയ്യുവാനുള്ള ശക്തി നൽകുന്നത് കൊണ്ട്, ദൈവം നിങ്ങൾക്ക് ആ സ്ഥലത്ത് ഒരു ഐഡന്റിറ്റി നൽകിയിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ അവിടെയുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി അറിയപ്പെടുന്നത്, കാണപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ മഹത്വവും എല്ലാം നമ്മൾ ആ വിഷയത്തിലും ദൈവത്തിന് കൊടുക്കണം. നമ്മൾ വേറൊരു ഭാഗത്ത് വായിക്കുന്നത് ശാഫാത്തിന്റെ മകനായ എലീശയെ നിനക്ക് പകരം പ്രവാചകനായി അഭിഷേകം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ആത്മീക വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളൊരു സഭയിലായിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു ദേശത്തിലായിരിക്കുന്നു, അല്ലെങ്കിൽ ശുശ്രൂഷ മുഖാങ്ങളിലായിരിക്കുന്നു. ആ ശുശ്രൂഷ മുഖാങ്ങളിലായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള ശുശ്രൂഷകരിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു വിശ്വാസികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പദവിയിലേക്ക് ദൈവം നിങ്ങളെ നീക്കിയിട്ട് അതിനാവശ്യമായ ഒരു അഭിഷേകം നിങ്ങളിൽ നൽകി, നിങ്ങൾക്കൊരു ഐഡന്റിറ്റി നൽകി, അത് ചെയ്യുവാനുള്ള ശക്തി നൽകി ദൈവം നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ആത്മീയ അഭിഷേകമാണ് നാം ഇവിടെ പ്രവാചകങ്ങളിൽ കാണുന്നത്. സ്വത്രം, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ अलग अलग समय में अलग अलग रीति में परमेश्वर की अभिषेक हमारा जीवन में काम करता है. अगर यदि कोई काम करना है या पोजीशन में हम आना, उसमें भी परमेश्वर की अभिषेक का कार्य होता है. और उसी प्रकार आत्मिक सेवाकाई में जब आप भागीदार होते हैं या परमेश्वर आपको नियुक्त करता है अलग सामर्थ्य के साथ, शक्ति के साथ, सेपरेट आइडेंटिटी के साथ, तो उसमें भी परमेश्वर की अभिषेक कार्य करता है. या हमें समझ में नहीं आता है. और दूसरा हम एक देख सकते हैं कि परमेश्वर के वचन में हम पढ़ सकते हैं कि निर्गमन में 28-41 यदि पढ़ेंगे तो वहाँ पर भी हम देख सकते हैं कि लेवियों की किताब 8-12 पढ़ेगा तो वहाँ पर भी हम देख सकते हैं कि वहाँ पर इस प्रकार लिखा हुआ है कि നിന്റെ സഹോദരനായ അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും ഈ വസ്ത്രം ധരിപ്പിച്ച് അവരെ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അഭിഷേകം ചെയ്യുക, ശുദ്ധീകരിക്കുക. അപ്പം ശുശ്രൂഷയുടെ മുഖത്ത് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാനും ദൈവം ഒരു അഭിഷേകം വെച്ചിരിക്കുന്നു.
അപ്പം പ്രവാചകനെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ഒരു പദവിയിലിരിക്കുന്ന വ്യക്തിയെയും ദൈവം അഭിഷേകം ചെയ്യുന്നു. ഒരു പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയെയും ദൈവം അഭിഷേകം ചെയ്യുന്നു. അപ്പോൾ അഭിഷേകം എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെതായ ഒരു സെപ്പറേഷൻ, ഒരു ഐഡന്റിറ്റി, ഒരു ദൈവിക ശക്തി, ഇതെല്ലാം പകർന്നാണ് ദൈവം അവിടെ ചെയ്യുന്നത്. നമ്മൾ വായിക്കുന്നത് അഹരോന്റെ തലയിൽ അഭിഷേക തൈലം ഒഴിച്ച് അവനെ എന്ത് ചെയ്തു? ശുദ്ധീകരിച്ചിട്ട് അവനെ അഭിഷേകം ചെയ്തു നമ്മൾ പറയാം. 1 ശമൂവേൽ 16 അധ്യായത്തിന്റെ 13 വായിക്കാൻ പറ്റുമോ? 1 ശമൂവേൽ 16:13. 1 ശമൂവേൽ 16:13. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോ നമ്മളിവിടെ കാണുന്നത് എന്താണ്? ഒരഭിഷേകം നടന്നു കഴിയുമ്പോൾ ദൈവാത്മാവ് ആ വ്യക്തിയുടെ മേൽ പ്രവർത്തിക്കാൻ തുടങ്ങും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് അഭിഷേകത്തിന് ശേഷം ആ വ്യക്തിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തി വ്യത്യസ്തനായി മാറുകയാണ്. അത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്തായാലും ഏത് സ്ഥലത്തായാലും അഭിഷേകം നിങ്ങളുടെ മേൽ വീണിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ദൈവിക പ്രവൃത്തി നാം അറിയാതെ തന്നെ നടക്കുന്നു. പരിശുദ്ധാത്മാവ് അവിടെ മുതൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അന്നു മുതൽ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ക്രിയ ചെയ്യാൻ തുടങ്ങി. ജിസ് ദിൻ സേ അഭിഷേക് ആപ്കെ ഊപ്പർ ആത്താ ഹെ. ഞാൻ പറയുന്നത് അന്യഭാഷ പറയുന്ന വിഷയമല്ല. ദൈവം നിങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് ഒരു ശുശ്രൂഷ മുഖത്ത് അല്ലെങ്കിൽ ഒരു സ്ഥാനത്ത്, ഒരു പദവിയിൽ നിങ്ങളെ വ്യത്യസ്തനാക്കി തീരുമ്പോഴുള്ള അഭിഷേകത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ സ്ഥാനപ്പെട്ടു, പരിശുദ്ധാത്മ നമ്മുടെ മേൽ വന്നു, നമ്മൾ അന്യഭാഷ പറഞ്ഞു, ആ അഭിഷേകം എന്നുള്ള വിഷയത്തിലല്ല ഞാൻ പറയുന്നത്. ദൈവം നിങ്ങളെ നിയോഗിച്ചിരിക്കുന്ന നിയോഗത്തിന്റെ മേൽ ദൈവത്തിന്റെ ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകത്തിന്റെ മേൽ ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഒരു ശക്തിയുണ്ട്. ആ ദൈവം നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതായ ഒരു പ്രത്യേകമായ മറ്റുള്ള വ്യക്തികളിൽ നിങ്ങളെ വ്യത്യസ്തനാക്കിയിരിക്കുന്നതായ ഒരു കാര്യം അഭിഷേകത്തിനകത്തുണ്ട്. ആ ഇരിക്കുന്ന മേഖലയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അത് നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും കർത്താവിന്റെ സന്നിധിയിൽ വന്നതിന് ശേഷം. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ ക്രിസ്തു എന്ന് വിളിക്കുമ്പോൾ തന്നെ ആ ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അഭിഷിക്തൻ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ആത്മാവ് വന്ന് വസിക്കുമ്പോൾ തന്നെ പല ഉദ്ദേശങ്ങൾക്കായിട്ടാണ് ആത്മാവ് ഒരു വ്യക്തിയുടെ മേലേക്ക് കടന്നു വരുന്നത്. നമ്മൾ അന്യഭാഷ പറയുക, പാടുക എന്നുള്ളത് മാത്രമല്ല ആമേൻ ആത്മാവ് നമ്മുടെ മേൽ വരുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം. यीशु मसीह इस प्रकार कहा कि प्रभु की आत्मा मुझ पर है कि कंगालों को सुसमाचार सुनाए, जो बंदियों को छुटकारा दे और अंधों को आंखें दे और सुसमाचार का प्रचार करे. तो अलग अलग कार्य करने के लिए आत्मा उसके अंदर कार्य करता है. യേശു ക്രിസ്തു പറഞ്ഞ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കാനും അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പൊ അഭിഷേകം ചെയ്തിരിക്കുന്നതിന് പിന്നൊരു ഉദ്ദേശമുണ്ട്. आपको प्रभु ने अगर अभिषेक किया है, उस अभिषेक के पीछे एक उद्देश्य है. वो उद्देश्य केवल एक बात में सीमित नहीं है. इसलिए मैं बोल रहा हूँ कि आपने अन्य भाषा में आराधना कर रहे हैं, अन्य भाषा में गीत गा रहा है, स्तुति कर रहा है, आराधना कर रहा है, लेकिन अभिषेक का उद्देश्य केवल वो नहीं है कि आप केवल गीत गाने के समय में अन्य भाषा बात कर ले या अन्य भाषा में प्रार्थना करे. अभिषेक का मकसद वो नहीं है. അഭിഷേകത്തിന്റെ ഉദ്ദേശം അതിലൊക്കെ വളരെ വൈഡാണ്. സ്തോത്രം. യേശു പറയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. ആമേൻ. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതരെ സ്വാതന്ത്ര്യത്തിലേക്ക് അയക്കാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ അഭിഷേകം നിങ്ങളുടെ മേൽ അയച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അഭിഷേകം നിങ്ങളുടെ മേൽ നൽകിയിരിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം പലപ്പോഴും കണ്ടെത്താതെയും ആ ഉദ്ദേശം പലപ്പോഴും തിരിച്ചറിയാതെയുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാടും മാത്രമായിട്ട് പോകുന്നത്. സ്തോത്രം. हमारे ऊपर दिया गया अभिषेक का उद्देश्य क्या है उसको ना समझते हुए कई बार हम क्या करते हैं, हम केवल गीत और अन्य भाषा और प्रार्थना संगति में सीमित हो जाता है कि हमारे ऊपर जो दिया गया अभिषेक का उद्देश्य, या फिर आपको अभिषेक देकर सेपरेट क्यों किया, इसका उद्देश्य, या फिर आपके ऊपर उस सामर्थ्य को क्यों दिया, इसके उद्देश्य, या फिर आपको एक अलग आइडेंटिटी क्यों दिया, इसका उद्देश्य न समझते हुए कई बार हम क्या करते हैं, केवल गीतों में अन्य भाषा बोलने में समय बिताते हैं. प्रेज़ द लॉर्ड. हालेलुया. प्रभु के नाम की महिमा स्तुति और तारीफ. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 38-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും നസ്രാനായ യേശുവിനെ എങ്ങനെ അഭിഷേകം ചെയ്തു? പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും എങ്ങനെ അഭിഷേകം ചെയ്തു? അവനോടുകൂടെ, ദൈവം അവനോട് കൂടെ ആയിരുന്നത് കൊണ്ട് നന്മ ചെയ്തും പിശാചിന്റെ അധീനയിലുള്ളവരെ സൗഖ്യമാക്കിയും സഞ്ചരിച്ചു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അഭിഷിക്തനായ യേശു, നമ്മൾ മറ്റൊരു ചിന്തിക്കേണ്ട ഒരു കാര്യം, യേശു അഭിഷിക്തനാണ്. നമ്മൾ അഭിഷേകം പ്രാപിച്ചോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും അഭിഷേകം പ്രാപിച്ചോ എന്ന് ചോദിച്ചാൽ, നമ്മുടെ മനസ്സിൽ വരുന്ന ഏറ്റവും ഒന്നാമത്തെ കാര്യം അന്യഭാഷ പറയുന്നുണ്ടോ എന്നുള്ളതാണ്, അല്ലേ? സ്തോത്രം. അല്ലെങ്കിൽ അന്യഭാഷ പറയുന്ന ഒരാളാണ് അഭിഷേകം പ്രാപിച്ചതെന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ വളർപ്പിനും ഇരിക്കുന്നത്. പക്ഷേ അഭിഷിക്തനായ യേശു ഒരിക്കലെങ്കിലും അന്യഭാഷ പറഞ്ഞോ എന്ന് നമ്മൾ ആരും കണ്ടിട്ടില്ല. ബൈബിൾ ഒരിടത്ത് പോലും യേശു അന്യഭാഷ പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ല. അന്യഭാഷ പറഞ്ഞാൽ ശിഷ്യന്മാരും കണ്ടിട്ടില്ല. അതുകൊണ്ട് യേശു അന്യഭാഷ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ ആരും അന്യഭാഷ പറയരുതെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. യേശു ദൈവത്തോട് സംസാരിച്ച സമയത്ത് ഏത് ഭാഷയിൽ സംസാരിച്ചു, എങ്ങനെ സംസാരിച്ചു, ഇതൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ യേശുവിൻ്റെ പേര് അഭിഷിക്തനാണ്. അപ്പോൾ അഭിഷിക്തനായ യേശു അന്യഭാഷ സംസാരിച്ചു എന്നുള്ളതല്ല, അഭിഷിക്തനായ യേശു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അങ്ങനെ അഭിഷിക്തനായ യേശു അനേക കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥലത്ത് അഭിഷിക്തരായ നമ്മൾ അന്യഭാഷയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. മനസ്സിലായോ? യേശു അനേക കാര്യങ്ങൾ, അനേകരെ പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കി, രോഗികളെ സൗഖ്യമാക്കി, പ്രസംഗിച്ചു, അങ്ങനെ അനേക നന്മ ചെയ്തു. സ്തോത്രം. അനേക കാര്യങ്ങൾ ഈ അഭിഷേകത്തിലൂടെയാണ് ചെയ്യാൻ കഴിയുന്നത്. സ്തോത്രം. യേശുവിൻ്റെ അഭിഷേകം അദ്വിതീയമാണ്, മാനുഷികമല്ല. അതേ അദ്വിതീയമായ ദൈവികമായ അഭിഷേകം നമ്മളിൽ ഇരിക്കുമ്പോൾ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആ അഭിഷേകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ പഴയ നിയമത്തിൽ പല രീതിയിൽ എണ്ണ തേച്ച് അഭിഷേകം ചെയ്തു, അല്ലെങ്കിൽ എണ്ണ പൂശി അഭിഷേകം ചെയ്തു, ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ അഭിഷേകം ഉള്ളിലേക്കും കൂടെ പകരപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക സാന്നിധ്യം അത് നമുക്ക് കാണാൻ സാധിക്കും. ആ അഭിഷേകം നിങ്ങളിൽ ഇരിക്കുന്നു. നിങ്ങളുടെ പുറത്ത് മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിൽ ആ അഭിഷേകം കിടക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 1 യോഹന്നാൻ 2-ാം അധ്യായം ഒന്ന് വായിക്കാമോ? 1 യോഹന്നാൻ 2:20-27 ഒന്ന് വായിക്കാമോ? पहला യോഹന്ന 2 अध्याय उसका 20 और 27 पढ़ सकते हैं. നിങ്ങൾക്കോ പരിശുദ്ധാത്മാവിൽ നിന്ന് അഭിഷേകം, നിങ്ങളോ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. നിങ്ങൾ സത്യം അറിയായിക കൊണ്ടല്ല, നിങ്ങൾ അത് അറിയുകയാലും ഫോഷ്കൊന്നും സത്യത്തിൽ നിന്ന് വരായികയാലും അത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത്. യേശുവിനെ അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ മതി. അപ്പോ അഭിഷേകം ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ആ അഭിഷേകം നിങ്ങളെ വ്യത്യസ്തനാക്കുകയാണ്. അഭിഷേകം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. അഭിഷേകത്തിന്റെ പ്രത്യേകത ഞാൻ പറയുന്നത്, അഭിഷേകം വന്നു കഴിയുമ്പോൾ നിങ്ങളിലേക്ക് പകരപ്പെടുന്ന വ്യത്യസ്തമായ അനുഭവത്തിന്റെ തലം, അറിവിന്റെ തലം, ജ്ഞാനത്തിന്റെ തലം,
അഭിഷേകം നിങ്ങളെ ഉപദേശിക്കാൻ തുടങ്ങുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ ഇരിക്കുന്നു. ഉസ് അഭിഷേക് आपके अंदर वास करता है, वो आपको सिखाता है, आपको समझाता है, आपको ज्ञान देता है और आपको एक अलग व्यक्ति बनाता है. इसलिए अभिषेक जब आपके जीवन में आता है तो आप अन्य लोगों से अलग हो जाता है. पत्रोस को देखकर शास्त्री और फरीसी लोगों ने क्या कहा? ये तो साधारण लोग हैं, अनपढ़ लोग हैं, तो इनको ये ज्ञान कहाँ से मिला? ये जाके स्कूल में जाके पढ़ाई थोड़ी किया, अध्ययन थोड़ी किया, पर तो कहां से? अभिषेक उनके अंदर है. उस अभिषेक उसको सिखाया, उस अभिषेक उसको समझाया, उस अभिषेक उसको ज्ञान दिया, उस अभिषेक उनको एक सामर्थ्य दिया, उस अभिषेक को एक अलग आइडेंटिटी दिया. संसार ने जो आइडेंटिटी दिया था वो मछुआरे के नाम से था, मछली वाले, मछली पकड़ने वाले. संसार ने, शास्त्री और फरीसी ने उनको एक आइडेंटिटी दिया, तो ये तो अनपढ़ लोग हैं. लेकिन अभिषेक जब आपको आइडेंटिटी देता है कि संसार का जो दिया हुआ आइडेंटिटी में परिवर्तन आ जाता है और आप एक अलग आइडेंटिटी वाला बन जाता है. Praise the Lord. Hallelujah. प्रभु के नाम की महिमा സ്തുതി और तारीफ. तो അവരിൽ വസിക്കുന്ന അഭിഷേകം നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ എന്ത് ചെയ്യും? അത് നിങ്ങളെ ഉപദേശിച്ച് നടത്തും. Praise the Lord. Hallelujah. 2 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 21-22 വായിക്കുക. पहला कोरिन्थी दूसरा कोरिन्थी पहला अध्याय उसका 21 और 22. दूसरा कोरिन्थी पहला अध्याय 21-22. और जो हमें तुम्हारे साथ मसीह में दृढ़ करता है और जिसने हमारा अभिषेक किया वही परमेश्वर है, जिसने हम पर छाप भी कर दी है और बयाने में आत्मा को हमारे मनों में दिया. മലയാളത്തിലൂടെ വായിച്ചോ. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എഴുതിയിരിക്കുന്നത് ഞങ്ങളെ മാത്രം അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്. ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുകയും നമ്മെ അഭിഷേകം ചെയ്തിരിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഈ ക്രിസ്തുവിലേക്ക് വന്നു കഴിയുമ്പോൾ എല്ലാവരുടെ മേലും ഒരു അഭിഷേകമുണ്ട്. അത് വ്യത്യസ്തമാണെന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. വ്യത്യസ്ത ഉദ്ദേശമാണ്, വ്യത്യസ്തമായ പർപ്പസാണ്. പ്രസംഗിക്കുന്ന പൗലോസിന് മാത്രമല്ല അഭിഷേകം, അല്ലെങ്കിൽ അപ്പോസ്തലന്മാർക്ക് മാത്രമല്ല അഭിഷേകം. അഭിഷേകം എല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ട, സെപ്പറേറ്റ് ചെയ്യപ്പെട്ട എല്ലാവർക്കും അഭിഷേകമുണ്ട്. ആ അഭിഷേകത്തിന് അനുസരിച്ച ശക്തി ദൈവം അവരുടെ മേൽ പകരും. ആ അഭിഷേകത്തിനനുസരിച്ച് അവരെ വ്യത്യസ്തരാക്കി ദൈവം നീക്കും. ആ അഭിഷേകത്തിനനുസരിച്ച് ഏത് ഉദ്ദേശത്തിനാണോ അവരെ അഭിഷേകം ചെയ്തിരിക്കുന്നത് ആ അഭിഷേകം മനസ്സിലാക്കി അവർ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനമായ വിഷയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രഭുവിന്റെ നാമത്തിന് മഹിമ. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നമ്മളെ അഭിഷേകം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാ യേശു പറഞ്ഞത്, കർത്താവിൻ്റെ യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ടെന്ന് പറയുമ്പോൾ അതൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരു അഭിഷേകമാണ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ എന്താണ് വായിക്കുന്നത്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട്. പല അധ്യായ का 8वीं अध्याय प्रेरितों का में हम क्या पढ़ते हैं? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ അഭിഷേകം പ്രാപിക്കുക എന്നുള്ളത് ഗ്രേറ്റ് കമാൻഡ്മെന്റ് പോലെ തന്നെ വളരെ इम्पोर्टेंट है. ग्रेट कमांडमेंट क्या है? महान आदेश. क्या है महान आदेश? लास्ट कमांडमेंट क्या है? യേശുവിൻ്റെ ലാസ്റ്റ് കമാൻഡ്, യേശുവിൻ്റെ അവസാനത്തെ എന്താ പറയുന്നത് കൽപ്പന എന്താണ്? യേശുവിൻ്റെ അവസാനത്തെ കൽപ്പന എന്താണ്? പറയൂ. മൈക്ക് ബന്ധ യേശുവിൻ്റെ അവസാനത്തെ കൽപ്പന
മൈക്ക് അൺമ്യൂട്ടഡ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ലോകമെമ്പാടും പോയി സുവിശേഷം അറിയിക്കുക. സംശയം പോലെ തോന്നുന്നു. വായിക്കുമ്പോൾ ലോ സംശയമുള്ളത്. ലോകമെമ്പാടും പോയി സുവിശേഷം അറിയിക്കുക. Praise the Lord. അത് പകുതി മാത്രമേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞത് അവസാന കൽപ്പനയുടെ പകുതി മാത്രമേ പറഞ്ഞുള്ളൂ. ഭൂമിയുടെ അറ്റത്തോളം അല്ലേ? സാക്ഷികൾ. ഇപ്പം എന്തോ ഒന്ന് വായിക്കങ്ങനല്ല, അതങ്ങ് വായിക്ക. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ. അല്ല, അവസാന കൽപ്പന എവിടെ? അവസാന കൽപ്പന മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിലാണ് നമ്മൾ പറയുന്നതാണ്. ഭൂമിയിലും സ്വർഗത്തിലും സകല അധികാരം എനിക്ക് ലഭിച്ചിരിക്കുന്നു, അല്ലേ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്നത്. ഇതെപ്പോഴാണ്? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേക്കുന്ന സമയത്ത്, സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് പറഞ്ഞ കാര്യമല്ലേ? ആണോ അല്ലയോ? ഹലോ, ആണോ അല്ലയോ? അതെ. അതെ. അപ്പൊ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത സമയത്ത് ഇത്രയും മാത്രമല്ല പറഞ്ഞത്, ഇത് പകുതി മാത്രമേ ഉള്ളൂ. ഇതിന്റെ ബാക്കി എവിടെയാ കിടക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തിയിലാണ് കിടക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിൽ കിടന്നിട്ട് എന്താ യേശു പറഞ്ഞത്? ഒലുമയിലേക്ക് അല്ലെങ്കിൽ ആരോഹണം ചെയ്യുന്നതിന് മുമ്പ്, സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ കാത്തിരിക്കണം. ആ കാത്തിരിക്കുന്ന വാഗ്ദത്തം നിങ്ങളുടെ മേൽ വരുമ്പോൾ, അതായത് 8-ാം വാക്യത്തിലേക്ക്, അത് നിങ്ങളുടെ മേൽക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ശക്തി ലഭിക്കും. ഈ ശക്തി ലഭിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഈ 28-ാം അധ്യായത്തിൽ പറഞ്ഞ കാര്യം ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരാകും. മനസ്സിലായോ? 28-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞേ? നിങ്ങൾ സകല ലോകത്തിലും പോയി എന്ത് ചെയ്യുക? എൻ്റെ സാക്ഷികളാകുക, ഞാൻ പറഞ്ഞ കാര്യം പ്രസംഗിക്കുക, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാം. പക്ഷേ അതിനുള്ള ശക്തി ലഭിക്കാൻ നിങ്ങളുടെ മേലേക്ക് ഈ അഭിഷേകം വരണം. ഈ അഭിഷേകം വരാൻ നിങ്ങൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ഈ അഭിഷേകം നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ശക്തി ലഭിക്കും. ശക്തി ലഭിക്കുമ്പോൾ നിങ്ങളൊരു സെപ്പറേറ്റ് വ്യക്തിയായി മാറും. നിങ്ങളുടെ ഐഡൻറ്റിറ്റി മാറും. നിങ്ങളിലുള്ള ശക്തി മാറും. നിങ്ങൾ ഭൂമിയിലൊക്കെ എന്ത് ചെയ്യും? യേശുവിൻ്റെ സാക്ഷികളായിട്ട് മാറും. ഇത് രണ്ടും കൂടെ ചേർത്താണ് അവസാന കൽപ്പന എന്ന് പറയുന്നത്. ഇത് പോകണമെങ്കിൽ, ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്ക് ശക്തി വേണം, നിങ്ങൾക്ക് അഭിഷേകം വേണം. ഈ അഭിഷേകമാണ് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഈ അഭിഷേകമാണ് നിങ്ങളിൽ ശക്തി പകരുന്നത്. ഈ അഭിഷേകമാണ് നിങ്ങളെ പ്രാപ്തരാക്കുന്നത്. ഈ അഭിഷേകമാണ് നിങ്ങളുടെ മേലുള്ള ഉദ്ദേശത്തെ പൂർത്തീകരിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കി തീർക്കുന്നത്. കർത്താവിൻ്റെ സാന്നിധ്യം എന്ത് ചെയ്യും? നിങ്ങളോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അവരുടെ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം എന്ത് ചെയ്യുക? നിങ്ങൾ നഗരത്തിൽ പാർപ്പിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ അഭിഷേകം നിങ്ങളെ ഉപദേശിക്കും. അതാ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ 1 യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. അഭിഷേകം നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ അഭിഷേകം നിങ്ങളെ ഉപദേശിക്കും. നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം പോകുമ്പോൾ നിങ്ങൾ വ്യത്യസ്തരായ ആളുകളെ കാണേണ്ടി വരും. ആളുകളുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ഒരേ കാറ്റഗറിക്കാരുടെ മുമ്പിലല്ല. നമ്മുടെ നാട്ടിലെ ഒരു സഭയിലാണ് നമ്മൾ പ്രസംഗിക്കുന്നതെങ്കിൽ ഓക്കെ, നമ്മൾ അവരുടെ മുമ്പിൽ നമ്മൾ പ്രസംഗിച്ചു, നമുക്ക് പ്രസംഗിക്കാൻ പറ്റും. പക്ഷേ നിങ്ങളെ വ്യത്യസ്ത സ്ഥലങ്ങളിലെ 10 സഭകളിലേക്ക് ദൈവം അയക്കുകയാണെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിൽക്കുന്ന പോലെ നിന്നാൽ പറ്റൂ? വ്യത്യസ്ത പഠിപ്പുള്ളവരുടെ അടുക്കിലേക്കാണ് ദൈവം നിങ്ങളെ അയക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ജ്ഞാനം കൊണ്ട് നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റൂ? അപ്പോൾ നിങ്ങൾക്ക് അവിടെ ജ്ഞാനം വേണം. അപ്പം നിങ്ങളെ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക്, മറ്റൊരു സ്ഥലത്തേക്ക് ദൈവം നിങ്ങളെ അയക്കുകയാണ്, ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുമ്പോൾ നിങ്ങൾക്കൊരിക്കലും പരിചയമില്ലാത്ത ദേശമാണ്, നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഭാഷയാണ്, പരിചയമില്ലാത്ത ആളുകളാണ്, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ പഠിത്തമുള്ളവരാണ്. അവിടേക്ക്
നിങ്ങൾക്ക് പോകാൻ ഒരു അവസരം ദൈവം ഒരുക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ് ഞാൻ 2 വർഷം പോയി ഭാഷ പഠിച്ചിട്ട് പിന്നെ പോകാം എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ അവിടേക്ക് നിങ്ങളെ അയക്കുമ്പോൾ അവിടെ ശുശ്രൂഷിക്കാനുള്ള ശക്തിയും ജ്ഞാനവും വിവേകവും എല്ലാം തരുന്ന ഒരു അഭിഷേകമാണ് ദൈവം നിങ്ങളിലേക്ക് പകരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരുടെ മുമ്പിൽ എങ്ങനെയാണോ നിങ്ങൾ ശുശ്രൂഷിക്കേണ്ടത്, അവരുടെ മുമ്പിൽ എന്താണോ നിങ്ങൾ സംസാരിക്കേണ്ടത്, അവരുടെ മുമ്പിൽ എന്താണോ പ്രവർത്തിക്കേണ്ടത്, അതിനാവശ്യമായ ശക്തി തന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൻ്റെ അവസാനത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കും എന്ന് വാഗ്ദത്തം ചെയ്തിട്ടാണ് കർത്താവ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ കാത്തിരിക്കുക, ഈ അഭിഷേകം നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ സാക്ഷികളായിട്ട് മാറും. അത് പഠിത്തം കൊണ്ടല്ല, അത് നമ്മുടെ പാരമ്പര്യം കൊണ്ടല്ല, നമ്മുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് കൊണ്ടല്ല, അത് അഭിഷേകം നിങ്ങളെ പഠിപ്പിക്കുകയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ദൈവം പഠിപ്പിക്കും. ശുശ്രൂഷ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യാൻ നിങ്ങളെ പഠിപ്പിക്കും. സകല കാര്യങ്ങളും ഈ അഭിഷേകം നിങ്ങളെ പഠിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ആത്മാവ് അഭിഷേകം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ആ അഭിഷേകം നിങ്ങളെ അഗാധമായ കാര്യങ്ങളെ വെളിപ്പെടുത്തി തരും. അറിഞ്ഞുകൂടാത്ത മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ എന്ത് ചെയ്യും? ദൈവം നമ്മളോട് വെളിപ്പെടുത്തി തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 10-11 വായിക്കാം. 10-12. पहला कुरिन्ती 2 अध्याय 10 से 12 पढ़ सकते हैं? परमेश्वर की आत्मा हमारे साथ किस प्रकार काम करता है? നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും. അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. അപ്പോ ദൈവത്തിലുള്ളത് അതിന്റെ അടുത്ത വാക്യം കൂടെ വെച്ച്. നാമോ ലോകത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പൊ ദൈവത്തിൽ നിന്നുള്ളത് പറഞ്ഞു തരുന്ന ഒരഭിഷേകമാണ് ദൈവാത്മാവിനാൽ നമുക്ക് നൽകിയിരിക്കുന്നത്. ലോകത്തിൽ നിരിക്കുന്ന ജ്ഞാനത്തിനപ്പുറമായി, ലോകത്തിൽ നിന്ന് പ്രാപിക്കുന്നതിനപ്പുറമായി, നമ്മൾ പഠിച്ചതിനപ്പുറമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരാത്മാവ്, ഒരഭിഷേകം നമ്മളിൽ ഇരിക്കുന്നു. ആ അഭിഷേകത്തിൻ്റെ മുമ്പിലാണ് ശാസ്ത്രിമാരും പരീക്ഷമാരും പറഞ്ഞത്, ഇവർക്കിത് എവിടുന്ന് ലഭിച്ചു, ഇവരിത് എവിടുന്നാണ് പ്രാപിച്ചത്? ഞങ്ങൾ പഠിച്ചിട്ടും ഞങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയാത്തതാണ് ഇവർ സംസാരിക്കുന്നത്, ഇവർ പറയുന്നത്, ഇവർ പ്രവർത്തിക്കുന്നത്, ഇവർ പ്രകടമാക്കുന്നത്, ഇവർ തെളിയിക്കുന്നത്. ഞങ്ങളുടെ പഠിപ്പ് കൊണ്ടും ജ്ഞാനം കൊണ്ടും ഞങ്ങൾക്ക് കഴിയാത്തതിന് ഇവർക്കിത് എങ്ങനെ സാധിക്കുന്നു? ആമേൻ, സ്തോത്രം. ദൈവവചനം പറയുന്നു, അവരിൽ പ്രാപിച്ചിരിക്കുന്ന, അവർ പ്രാപിച്ചിരിക്കുന്ന, അവരിൽ നിൽക്കുന്ന, അവരിൽ അയക്കപ്പെട്ടിരിക്കുന്ന അഭിഷേകമാണ് അവരെ വ്യത്യസ്തമായ ഒരു ഐഡന്റിറ്റിയിലേക്ക് മാറ്റിയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്ന് ശമൂവേൽ 10-ാം അധ്യായത്തിൽ നമ്മുടെ ശൗലിനെ കുറിച്ച് എന്താ പറയുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് ശൗലിൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ ശൗൽ എന്ത് ചെയ്തു? മറ്റൊരു വ്യക്തിയായി മാറി. ആ ആത്മാവ് വന്നതുകൊണ്ടാണ് മറ്റൊരു വ്യക്തിയായി മാറിയത്. ശൗൽ അഭിഷേകം ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ശൗൽ വേറൊരു വ്യക്തിയായി മാറി. ആ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ ശൗല് രാജാവായി, യുദ്ധത്തിൽ ജയിക്കാൻ തുടങ്ങി, വിജയം ലഭിക്കാൻ തുടങ്ങി. ഇതെല്ലാം അഭിഷേകത്തിന് പിന്നാലെ വരുന്ന കാര്യമാണ്. അഭിഷേകം നുകങ്ങളെ തകർക്കുമെന്ന് യെശയ്യാവിന്റെ പുസ്തകം പറയുന്നു. അന്നാളിൽ ഭാരം നിന്റെ തോളിൽ നിന്ന് വിട്ടു, നുകം നിന്റെ അഭിഷേകം നിമിത്തം നുകം എന്ത് ചെയ്യും? തകരപ്പെടും. അപ്പോൾ ഈ അഭിഷേകത്തിന് തകർക്കുവാനുള്ള ശക്തിയുണ്ട്. ഈ അഭിഷേകത്തിന് ഐഡന്റിറ്റി മാറ്റുവാനുള്ള ശക്തിയുണ്ട്. ഈ അഭിഷേകത്തിന് വ്യത്യസ്തമായ തലങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഈ അഭിഷേകം യുദ്ധങ്ങളിൽ വിജയം കൊണ്ടുവരാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാവീദ് അതിനൊരു ഉദാഹരണമാണ്. ദാവീദ് ഇടയനായിരുന്ന ദാവീദിനെ രാജാവാക്കിയത് എന്താണ്? അഭിഷേകമാണ്, ജ്ഞാനമല്ല.
ദാവീദ് എവിടെയെങ്കിലും പോയി ജ്ഞാനം പ്രാപിച്ചിട്ട് വന്ന് രാജാവായതല്ല. രാജാവാകാൻ വേണ്ടി അഭ്യാസം ചെയ്ത് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു യോദ്ധാവായി വന്ന് രാജാവായതല്ല. രാജാവാകുവാനുള്ള അഭിഷേകമാണ് ദാവീദിനെ രാജാവാക്കി മാറ്റിയത്. ഈ അഭിഷേകം വന്നു കഴിയുമ്പോൾ സ്വഭാവത്തിന് മാറ്റം വരും. അഭിഷേകമില്ലാത്ത ദാവീദിന്റെ സഹോദരന്മാർ ഭയപ്പെട്ട സ്ഥാനത്താണ് അഭിഷേകമുള്ള ദാവീദ് ധൈര്യശാലിയായി കാണപ്പെട്ടത്. അഭിഷേകത്തിന്റെ വ്യത്യാസം മനസ്സിലായോ? അറിവുള്ള, ജ്ഞാനമുള്ള, പ്രാക്ടീസുള്ള, എക്സ്പീരിയൻസ് ഉള്ള ദാവീദിന്റെ സഹോദരന്മാർ ഗോലിയാത്തിന്റെ മുമ്പിൽ ഭയപ്പെട്ടപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത, പ്രാക്ടീസ് ഇല്ലാത്ത, ആയുധം ചലിപ്പിച്ച് പരിചയമില്ലാത്ത, യുദ്ധച്ചട്ടം അണിഞ്ഞിട്ടില്ലാത്ത, യുദ്ധക്കളത്തിൽ പോയിട്ടില്ലാത്ത ദാവീദ് ധൈര്യപൂർവം അതേ ഗോലിയാത്തിന്റെ മുമ്പിൽ നിർത്തിയത് അല്ലെങ്കിൽ നിന്നത് തൻ്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ഒരിക്കൽ ഞാൻ എന്ത് ചെയ്തു? ഒരു സിംഹത്തെ എന്ത് ചെയ്തു? വലിച്ചു കീറി ആട്ടിൻകുട്ടിയെ രക്ഷിച്ചു. മറ്റൊരിക്കൽ ഞാൻ കരടി എന്ത് ചെയ്തു? തകർത്ത് അതിൽ നിന്ന് എന്നെ രക്ഷിച്ചു. സ്വത്രം. അപ്പൊ എൻ്റെ മേലൊരു അഭിഷേകമുണ്ട്. ആ അഭിഷേകം എന്ന് പറയുന്നത് അത് ദൈവത്താൽ പ്രാപിച്ചതാണ്. സ്വത്രം. കരടിയുടെയും സിംഹത്തിന്റെയും മുമ്പിൽ നിൽക്കാൻ ധൈര്യം നൽകിയ അതേ ദൈവത്തിന്റെ അഭിഷേകം എൻ്റെ മേൽ ഇരിക്കുന്നത് കൊണ്ട് ഗോലിയാത്തിന്റെ മുമ്പിൽ ഏകനായി പോകേണ്ടി വന്നാലും പോകുവാനുള്ള ധൈര്യം എനിക്കുണ്ടെന്ന് വെളിപ്പെടുത്തി കാണിച്ചുകൊണ്ട് ദാവീദ് ഒരു വ്യത്യസ്തനാണെന്ന ഐഡന്റിറ്റി അഭിഷേകം തെളിയിച്ചു. ഹല്ലേലൂയ. ദാവീദിന്റെ മേൽ പകർന്നിരുന്ന അഭിഷേകം ദാവീദ് വ്യത്യസ്തനാണെന്നും ദാവീദ് ശക്തിശാലിയാണെന്നും ദാവീദിന് ഒരു ദൈവിക ശക്തിയുണ്ടെന്നും ദാവീദിനെ വേർതിരിച്ച് കാണിച്ചത് ദാവീദിന്റെ മേൽ പകർന്ന അഭിഷേകമാണ്. ദാവീദിന്റെ ജ്ഞാനമോ പ്രാക്ടീസോ ഒന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജ്ഞാനമോ വിവേകമോ എക്സ്പീരിയൻസോ പ്രാക്ടീസോ ഒന്നുമല്ല. നമ്മളിൽ പകർന്നിരിക്കുന്ന അഭിഷേകമാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കി തീർക്കുന്നത്. ഹല്ലേലൂയ. റിഖാനാമ റബ്തല റാബ്ജാന ഹസ്തരേ റിഗത്തമനല ഭൗഷസ്യ. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർ ഭയപ്പെട്ടപ്പോൾ ദാവീദ് ധൈര്യശാലിയായി കാണപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ശൗലിന്റെ അനേകമായ തന്ത്രങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ദാവീദിനെ കൊല്ലുവാൻ ശ്രമിച്ച പല സ്ഥലങ്ങളിൽ നിന്ന് ദാവീദ് രക്ഷപ്പെടുവാനിടയായി. അനേകർ അനുഗ്രഹിക്കപ്പെടുന്ന സങ്കീർത്തനങ്ങൾ എഴുതപ്പെടാൻ ഇടയായി തീർന്നത് ദാവീദ് ഏതെങ്കിലും കോളേജിൽ പോയി ആക്ടിങ് പഠിച്ചത് കൊണ്ടോ പാട്ടെഴുതാൻ പഠിച്ചത് കൊണ്ടോ അല്ല. അവന്റെ മേൽ പകർന്നിരുന്ന അഭിഷേകത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഗീതങ്ങളാണ് ഇന്ന് സങ്കീർത്തനങ്ങളായി കോടിക്കണക്കിന് ആളുകൾ വായിച്ച് ആശ്വാസം പ്രാപിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്വയം ബലം പ്രാപിക്കുകയും ചെയ്യുന്നത്. ഉത്തരങ്ങൾ കണ്ടെത്തുന്നത്, ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്തുന്നത് സങ്കീർത്തനത്തിൽ നിന്നാണ്. നമുക്കറിയാമല്ലോ, ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന ബൈബിളിലെ ഏക പുസ്തകം എന്ന് പറയുന്നത് സങ്കീർത്തനം. ഏത് ബൈബിൾ എടുത്ത് നോക്കിയാലും ബൈബിൾ വായിക്കുന്നവരാണെങ്കിൽ സ്തോത്രം സങ്കീർത്തന ഭാഗമായിരിക്കും ഏറ്റവും കൂടുതൽ എന്തിയിരിക്കുന്നത് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. എന്താ കാരണം? അഭിഷേകത്താൽ എഴുതപ്പെട്ട സങ്കീർത്തനം. ഇസ്രായേലിന്റെ മധുരഗായകൻ എന്നറിയപ്പെടുന്നെങ്കിലും ആ മധുരഗാനങ്ങൾ വന്നത് തന്നിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ കാരണത്തല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അധരജല ഹസ്തുരേ രീഗലഭൂഷജന. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളും അല്ലെങ്കിൽ കർത്താവിനാൽ സെപ്പറേറ്റ് ചെയ്യപ്പെട്ട എല്ലാ വ്യക്തികളും അഭിഷിക്തരാണ്. നിങ്ങളിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്താൽ നിങ്ങളിൽ നിന്നൊരു പാട്ടുരുത്തിരിഞ്ഞാൽ, നിങ്ങളിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്താൽ നിങ്ങളൊരു പാട്ട് എഴുതിയാൽ, അഭിഷേകത്താൽ എഴുതിയാലേ കാര്യം പറഞ്ഞു, കോപ്പി അടിക്കുന്നതോ ട്യൂണ് മാറ്റി പാടുന്നതോ അതിനെ കുറിച്ചല്ല പറയുന്നത്. നിങ്ങളിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിൽ നിന്നും നിങ്ങളൊരു പാട്ട് എഴുതിയാൽ ആ പാട്ട് മറ്റുള്ളവരെ സ്പർശിച്ചിരിക്കും. ആ പാട്ട് മറ്റുള്ളവർക്ക് ജീവൻ പകർന്നിരിക്കും. ആ പാട്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ മാറ്റിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. കാരണം അതിലൊരു അഭിഷേകത്തിന്റെ ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. റൂഖലദ ശംധനി റിഗൽഖമനദ ഭൗഷസ്യ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ അഭിഷേകത്തിന് ഞാൻ പറഞ്ഞല്ലോ, അന്യഭാഷ പറയുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ദൈവം തരുന്ന പാട്ടുകൾ, അതിൽ പോലും ഈവൻ ഗിറ്റാറിന്റെ ശബ്ദത്തിൽ, വീണയുടെ ശബ്ദത്തിൽ ആ അഭിഷേകത്തിന്റെ ശക്തിയുണ്ട്. ദാവീദ് വീണ വായിച്ചു, പാടി പ്രാർത്ഥിച്ചില്ല, കൈവച്ചില്ല, പിശാചെ വിട്ടുപോയെന്ന് കൽപ്പിച്ചില്ല. പക്ഷെ വീണക്കമ്പികളിൽ നിന്ന് ഉതിർന്ന ശബ്ദത്തിന്റെ മുമ്പിൽ പിശാച് വിട്ടുപോയെങ്കിൽ ദാവീദിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയുടെ വ്യാപാരം, അതിന്റെ അളവറ്റ വലിപ്പത്തിന്റെ വ്യാപ്തിയാണ് അവിടെ വെളിപ്പെടുന്നത്. ആമേൻ. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ലോർഡ്, നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ മേലും ശക്തി വ്യാപരിക്കും. നിങ്ങളുടെ പാട്ടിന്റെ മേൽ ശക്തി വ്യാപരിക്കും. നിങ്ങൾ അഭിഷേകത്തോടു കൂടെയാണ് കീബോർഡ് വായിക്കുന്നതെങ്കിൽ, നിങ്ങൾ അഭിഷേകത്തോടു കൂടിയാണ് ഗിറ്റാർ വായിക്കുന്നതെങ്കിൽ, നിങ്ങൾ അഭിഷേകത്തോടു കൂടെയാണ് ഇരിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ പ്രവൃത്തികളിൽ ആമേൻ ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചിരിക്കും. അതിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അതാണ് നിങ്ങളെ വ്യത്യസ്തരാക്കുന്നത്. കീബോർഡ് വായിക്കുന്ന ഒരുപാട് പേര് കണ്ടേക്കാം, പക്ഷെ നിങ്ങൾ വ്യത്യസ്തനാക്കുന്നത് നിങ്ങളിൽ പകർന്നിരിക്കുന്ന അഭിഷേകമാണ്. ഗിറ്റാർ വായിക്കുന്ന ഒരുപാട് പേർ കണ്ടേക്കാം, പാട്ട് പാടുന്ന ഒരുപാട് പേർ കണ്ടേക്കാം, പക്ഷെ നിങ്ങളെ അവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് നിങ്ങളിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ അളവ്. അത് തിരിച്ചറിയുന്നവർക്ക് മാത്രമേ വ്യത്യസ്തരാകാൻ സാധിക്കത്തുള്ളൂ. ഉദ്ദേശം, why the anointing came upon me, why God anointed me, what's the purpose, എന്നെ ദൈവം അഭിഷേകം ചെയ്തതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ, ആ ഉദ്ദേശത്തിനനുസരിച്ച് സ്റ്റെപ്പ് വെച്ചാൽ, നിങ്ങളിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിനനുസരിച്ച് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി തീർന്നിരിക്കും. നോ ഡൗട്ട് അറ്റ് ഓൾ. അതിൽ യാതൊരു സംശയവുമില്ല. പ്രൈസ് ദി ലോർഡ്. അതിന് നിങ്ങളുടെ ജ്ഞാനം ആവശ്യമല്ല. അതിന് നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് നിങ്ങൾക്ക് പഴയ എക്സ്പീരിയൻസ് വേണമെന്നില്ല. അത് നിങ്ങൾ പാട്ട് പാടുന്ന കുടുംബത്തിലെ അംഗങ്ങളാണെന്ന് നിർബന്ധമൊന്നുമില്ല. അതില്ലെങ്കിൽ ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് ഞങ്ങളെല്ലാം ഗിറ്റാർ വായിക്കുന്നവരാണെന്ന് നിർബന്ധമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം, ഹല്ലേലൂയ. അഭിഷേകത്തിന് അളവുകളുണ്ട്. മറ്റൊരാൾ, അതുകൊണ്ട് നിങ്ങളിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ നിങ്ങൾ മറ്റൊരാളിൽ വെച്ച് അളക്കരുത്. വേറൊരാളിൽ പറഞ്ഞിരിക്കുന്ന അഭിഷേകമായി നിങ്ങളുടെ അഭിഷേകത്തെ നിങ്ങൾ താരതമ്യം ചെയ്ത് അല്ലെങ്കിൽ അതേ രീതിയിൽ നിങ്ങൾ നോക്കരുത്. നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ, നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ രീതിയിലുള്ള അഭിഷേകത്തിനായി നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ഇരിക്കണം. എലീശയ്ക്ക് അറിയാമായിരുന്നു, ഏലിയാവിന്റെ മേലുള്ള അഭിഷേകം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഏലിയാവിന്റെ ജീവിതത്തിൽ കൂടെ നടന്ന എലീശയ്ക്ക് ബോധ്യമായ കാര്യത്തിന് മുമ്പിൽ എലീശയുടെ ഹൃദയത്തിനകത്തൊരു തീരുമാനമുണ്ടായി, എനിക്ക് മുന്നോട്ടുള്ള സമയത്ത് ഇരട്ടി അഭിഷേകം വേണം. ഇരട്ടി അഭിഷേകം വേണം. 50 പ്രവാചകന്മാർ വേറെ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അവർക്കും അറിയാം ഏലിയാവ് എടുക്കപ്പെടാൻ സമയമായി. അവർക്കും അറിയാം ഏലിയാവ് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അവർക്കും അറിയാം ഏലിയാവ് ഒരുപാട് ആളങ്ങളും അത്ഭുതങ്ങളും ചെയ്തിട്ടുണ്ട്. അവർക്കും അറിയാം എലീശ ഇന്ന് വരെ ഒരു ചുക്കും ചെയ്തിട്ടില്ല. ഈ വെള്ളം ഒഴിക്കുന്ന പരിപാടിയല്ലാതെ, ഏലിയാവിന്റെ കയ്യിൽ വെള്ളം ഒഴിക്കുന്ന പരിപാടിയല്ലാതെ വേറൊരു പരിപാടിയും ഈ എലീശ ഇതുവരെ ചെയ്തിട്ടില്ലെന്ന് ബാക്കിയുള്ള 50 പേർക്കും അറിയാം. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്, എലീശ നീ എന്തിനാ ഈ പുറകെ ഇങ്ങനെ പോന്നേ? ഏലിയാവിന് പറയാം, നീ എന്തിനാ ഇങ്ങനെ പോന്നേ? അവിടെ ഏലിയാവ് അങ്ങോട്ട് പോകണേ പൊക്കോട്ടെ, ഗിൽഗാലിൽ പോകണേ പൊക്കോട്ടെ, നീ എന്തിനാ വെറുതെ പുറവന്നേ? ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏലിയാവ് എടുക്കപ്പെടാൻ സമയമായി. ഇനി നിനക്ക് വെള്ളം ഒഴിക്കേണ്ട, നിന്റെ ശുശ്രൂഷ കഴിഞ്ഞു. നിന്റെ ശുശ്രൂഷ എന്തായിരുന്നു? ഈ കൈക്ക് വെള്ളം ഒഴിക്കുന്നതായിരുന്നു നിന്റെ ശുശ്രൂഷ. അത് തീർന്നു. ഇനി നിനക്ക് ശുശ്രൂഷയൊന്നുമില്ല. കാര്യം ഏലിയാവ് എടുക്കപ്പെട്ട പിന്നെ ആർക്ക് വെള്ളം ഒഴിക്കാനാ? ആരുടെ കൈക്ക് വെള്ളം ഒഴിക്കാനാ? പക്ഷേ എലീശയുടെ നോട്ടം ഏലിയാവിന്റെ മേൽ പകർന്നിരുന്ന അഭിഷേകത്തിന് മേലായിരുന്നു. 50 ശിഷ്യന്മാരുടെ നോട്ടം ഏലിയാവിന്റെ കയ്യിൽ വെള്ളം ഒഴിച്ച എലീശയുടെ കയ്യിൽ നിന്ന് പകർപ്പെട്ട വെള്ളത്തിന്റെ മേലായിരുന്നു. പക്ഷെ എലീശയുടെ നോട്ടം ഏലിയാവിന്റെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ മേലെ. അപ്പൊ ഭൗമികമായ വിഷയങ്ങളുടെ മേൽ ദൃഷ്ടി വെക്കുന്നവർക്ക് ആത്മീകമായ വിഷയങ്ങൾ കാണാൻ സാധിക്കത്തില്ല. 50 പ്രവാചകന്മാർ കൂടെയുണ്ടെങ്കിലും അവർ ഭൗതികമായ ഏലിയാവിന്റെ കയ്യിൽ ഒഴിച്ച വെള്ളത്തിന്റെ മേലാണ് അവരുടെ വെള്ളം ഒഴിച്ചത് കണ്ട
അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങൾ കണ്ട അതിൻ്റെ മേൽ അവരുടെ ദൃഷ്ടി പോയപ്പോൾ അത് ചെയ്യുവാൻ പ്രാപ്തനാക്കിയ ഏലിയാവെ, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ പ്രാപ്തനാക്കിയ ഒരു അഭിഷേകം ഏലിയാവിൻ്റെ മേലുണ്ടെന്നും ആ അഭിഷേകത്തിന് അവൻ അളവ് കൂടാതെ അനേക കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നും ഏലിയാവിലൂടെ ഈ അഭിഷേകത്തിന് ഇത്രയും കാര്യം ചെയ്യാൻ സാധിച്ചാൽ അവൻ ഇതിൻ്റെ ഇരട്ടി ആത്മാവ് കൊണ്ട് ഇതിനേക്കാൾ അധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ എലീശ അതിനു വേണ്ടിയാണ് ഏലിയാവിൻ്റെ പുറകെ പോയത്. ആരൊറ്റ കാര്യമേ ചോദിച്ചുള്ളൂ. എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ എന്നൊന്നും ചോദിച്ചില്ല. സീക്രട്ട് തിരിച്ചറിഞ്ഞു. സ്വാത്രം. സീക്രട്ട് മനസ്സിലാക്കി. എന്താണ്? അവൻ്റെ മേൽ, ഏലിയാവിൻ്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകമാണ് ഏലിയാവിനെ വ്യത്യസ്തനാക്കിയിരിക്കുന്നത്. ഏലിയാവിൻ്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകമാണ് ഏലിയാവിനെ കൊണ്ട് ഈ വൻ കാര്യങ്ങളെ ചെയ്യിക്കുന്നത്. ഏലിയാവിൻ്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകമാണ് അവന് ഈ ശക്തി ലഭിച്ചിരിക്കുന്നത്. ഏലിയാവിൻ്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്താലാണ് ഏലിയാവ് എടുക്കപ്പെടാൻ പോകുന്നത്. അവൻ തിരിച്ചറിഞ്ഞവൻ അതിൻ്റെ വില മനസ്സിലാക്കി അതിനുവേണ്ടി കാത്തിരുന്നത് പോലെ അഭിഷേകത്തിൻ്റെ വില മനസ്സിലാക്കി നാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ഏലിയാവിൻ്റെ മേൽ നിന്ന് എലീശയുടെ മേലേക്ക് ഇരട്ടി പങ്ക് പകർന്നതുപോലെ തന്നെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ ദൈവത്തിന് ഡബിൾ പോർഷനിൽ എന്ത് ചെയ്യാൻ പറ്റും? അഭിഷേക് ശക്തി പകരാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇരട്ടി അഭിഷേകം ലഭിച്ചാൽ ഇരട്ടി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. എലീയാവ് ചെയ്തതിനേക്കാൾ ഇരട്ടി കാര്യങ്ങൾ എന്ത് ചെയ്തു? എലീശ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതിനേക്കാൾ ഇരട്ടിയായി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ മേലുള്ള അഭിഷേകത്തിന്റെ ശക്തി വർദ്ധിച്ചാൽ, അഭിഷേകത്തിന്റെ അളവ് വർദ്ധിച്ചാൽ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നയമാന്റെ കുഷ്ഠം മാറ്റി, ആഹാരം വർദ്ധിപ്പിച്ചു, എലീശയുടെ അസ്ഥിമേൽ തൊട്ടപ്പോൾ മറ്റുള്ള വ്യക്തികൾ ജീവൻ പ്രാപിച്ചു. ഇതിനു മുമ്പ് സംഭവിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ എലീശയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഏലിയാവിന്റെ ജീവിതത്തിൽ സംഭവിച്ച് കാണാത്ത കാര്യങ്ങളാണ് എലീശയുടെ ജീവിതത്തിലൂടെ ഇപ്പോൾ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ അതിന്റെ പിന്നിലെ കാരണം? ഏലിയാവിൻ്റെ കൂടെ നടന്ന എക്സ്പീരിയൻസ് ഉള്ള ആളായത് കൊണ്ടല്ല, അല്ലെങ്കിൽ ഏലിയാവ് ഓരോന്ന് ചെയ്യിപ്പിച്ച് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്യിപ്പിച്ചത് കൊണ്ടല്ല. ഏലിയാവിൻ്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് ഇപ്പോൾ ആരുടെ മേലുണ്ട്? എലീശയുടെ മേലുണ്ട്. ആ അഭിഷേകമാണ് അവനെ ഇരട്ടി കാര്യങ്ങൾ ചെയ്യിക്കുവാൻ ഇടയാക്കിയത്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അർത്ഥം അഭിഷേകം വർദ്ധിപ്പിക്കാൻ കഴിയും. ദൈവം അത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ അളവിനെ സിമിതി ആക്കി കളയല്ല. അതാ ഞാൻ പറഞ്ഞത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരാൾ ചെയ്യുന്നു, ആ കാര്യം നോക്കിയിട്ട് നിങ്ങളെ അവരുമായി താരതമ്യം ചെയ്യരുത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ അവരെക്കാൾ ഇരട്ടി ആത്മാവിനെ പകരുവാൻ ദൈവത്തിന് പറ്റും. ദൈവത്തിന് മനസ്സുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരാൾ ഒരു കാര്യം ചെയ്യുന്നു, ഒരാൾ ഒരു പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ പാട്ട് പാടുന്നു, അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവരെ പോലെ എനിക്ക് ചെയ്യാൻ കഴിയത്തില്ലെന്നല്ല, നേരെ മറിച്ച് എലീശയെ പോലെ ചിന്തിക്കാൻ തുടങ്ങണം. അവരെക്കാൾ അധികമായി എനിക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ എന്താവശ്യമാണ്? അവരിലുള്ളതിനേക്കാൾ അഭിഷേകമായ ഒരു ഇരട്ടി അഭിഷേകം എൻ്റെ മേൽ വന്നാൽ എനിക്ക് അവരെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ആ ഒരു ബോധം നമ്മളിലേക്ക് വന്നാൽ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് ചെയ്തതിനേക്കാൾ അധികമായി എലീശ ചെയ്തതുപോലെ ആർക്ക് ചെയ്യാൻ സാധിക്കും? ആമേൻ. നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കും. മോശയിൽ പകർന്ന അഭിഷേകമാണ് മോശയെ വ്യത്യസ്തനായ ഒരു ലീഡറാക്കി തീർത്തത്. പ്രൈസ് ദി ലോർഡ്. गिनतियों की किताब 11 अध्याय 16-17. राबाल शाना रब्थुला रगनगसिया. समय 7 मिनट और है, 7 मिनट में. गिनतियों की किताब 11 अध्याय 16-17. संख्या पुस्तकम 11-16-17. എന്താ വായിച്ചേ?
അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, ആ ഇസ്രായേൽ മൂപ്പന്മാരിൽ വെച്ച് ജനത്തിന് പ്രമാണികളും മേൽവിചാരകന്മാരും എന്ന് നീ അറിയുന്ന 70 പുരുഷന്മാരെ സമാഗമന കൂടാരത്തിനരികെ നിന്നോടുകൂടെ നിൽക്കേണ്ടതിന് എന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ട് വരിക. ആ അവിടെ ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് അരുളി ചെയ്യും. ഞാൻ നിന്റെ മേലുള്ള ആത്മാവിൽ കുറെ എടുത്ത് അവരുടെ മേൽ പകരും. നീ ഏകനായി മതി വഹിക്കാതിരിക്കേണ്ടതിന് മതി അവർ മതി നിന്നോട് മതി 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 മതി. ആമേൻ. Praise the Lord. ഇവിടെ ആരൊക്കെ വന്നു? അല്ല, ഇവിടെ ആരൊക്കെയാ വരാൻ പോകുന്നത്? മോശയോട് വരാൻ പറഞ്ഞു. ദൈവം പറഞ്ഞു ഞാനും വരാം. പിന്നെ മോശയോട് പറഞ്ഞു, നീ വേറെ ഒരു 70 പേരെ കൂടെ തിരഞ്ഞെടുത്ത് അവരെ കൂടെ വിളിക്കുക. ഞാൻ അവരെ അഭിഷേകം ചെയ്യാമെന്ന് ദൈവം പറഞ്ഞില്ല. ദൈവം പറഞ്ഞില്ല ഞാൻ അവരെ എന്ത് ചെയ്യാം? അഭിഷേകം ചെയ്യാം. ദൈവം പറഞ്ഞ എന്താണ്? നിന്റെ മേലുള്ള ആത്മാവിൽ നിന്ന് കുറെ എടുത്ത് ഞാൻ എന്ത് ചെയ്യാം? അവരുടെ മേൽ പകർന്നു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം മോശയുടെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവിൻ്റെ അളവ് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? എലീശയുടെ മേൽ പകർന്നിരിക്കുന്ന ഇരട്ടി ആത്മാവിനെ പോലെയാണോ മോശയുടെ മേൽ പകർന്നിരിക്കുന്നത്? ഏലിയാവിൻ്റെ മേൽ നിന്നും എലീശയുടെ മേലേക്ക് ഇരട്ടി പകർന്നു എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ ദൈവം പറയുകയാണ്, നിന്റെ മേലുള്ള ആത്മാവിനെ കുറെ എടുത്ത് ഞാൻ 70 പേർക്ക് അങ്ങോട്ട് വിധിച്ചു കൊടുക്കുകയാണ്. കുറച്ചെടുത്തിട്ട് 70 പേർക്ക് അങ്ങോട്ട് കൊടുക്കുക. ഒന്നുകൂടെ ആ വാക്യം ഒന്ന് വായിക്കാമോ? അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, ഇസ്രായേൽ മൂപ്പന്മാരിൽ വെച്ച് ജനത്തിന് പ്രമാണികളും വിചാരകന്മാരും എന്ന് നീ അറിയുന്ന 70 പുരുഷന്മാരെ അപ്പോ എന്താ സമാഗമന ഉദ്ദേശം? അയക്കോ, വായിച്ചോ. എന്താ ഉദ്ദേശം? എന്തിനു വേണ്ടിയാ അഭിഷേകം പകർന്നിരിക്കുന്നത്? ലീഡർഷിപ്പിന് വേണ്ടി ഒരു അഭിഷേകം. മൂപ്പന്മാരായി, ലീഡർമാരായി, കാര്യങ്ങളെ നിയന്ത്രിക്കാനായി ആമേൻ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആ ബുദ്ധിയോടും ജ്ഞാനത്തോടും ആ കാര്യം ചെയ്യാൻ വേണ്ടി ആമേൻ ഒരു അഭിഷേകം ലീഡറായ മോശയുടെ മേലുണ്ട്. ഇസ്രായേൽ ജനത്തെ ഒറ്റ വ്യക്തി എന്ന പോലെ മിസ്രൈമിൽ നിന്ന് ആമേൻ കൂട്ടിക്കൊണ്ടുവരുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട മോശയുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ലീഡർഷിപ്പിന്റെ അളവെന്ന് പറയുന്നത് ആമേൻ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും കണക്ക് കൂട്ടുന്നതിനും അപ്പുറമാണെന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഭാഗമായത്. ഇത്രയും ജനത്തെ ആമേൻ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ കൂട്ടിക്കൊണ്ടുവരുവാൻ, അവരെ നടത്തുവാൻ, അവർക്ക് ഒരു ലീഡറായിരിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട മോശയെ വ്യത്യസ്തനാക്കുന്ന ഒരു അഭിഷേകം മോശയുടെ മേലുണ്ട്. ആ അഭിഷേകത്തിന്റെ കുറെ പങ്ക് ആർക്ക് കൊടുക്കാന്ന് പറഞ്ഞേ? നീ തെരഞ്ഞെടുക്കുന്ന മൂപ്പന്മാർക്കും ലീഡറായിരിക്കുന്നവർക്കും കാര്യങ്ങളെ ചെയ്യാൻ നീ ആരെയൊക്കെയാണോ നിയോഗിക്കുന്നത് അവരുടെ മേലൂടെ ഞാൻ പകരാം. അവർക്കും അതേ കഴിവ് ലഭിക്കും. എന്ത് ചെയ്യാനാ? ലീഡർഷിപ്പ് ചെയ്യുവാൻ, കാര്യങ്ങളെ പരിഹരിക്കുവാൻ ഉള്ള കഴിവ് എന്ത് ചെയ്യും? അവർക്കും കൂടെ ലഭിക്കും. കാരണം അതിനുള്ള അഭിഷേകമാണ് ഞാൻ നിന്റെ മേൽ പകർന്നിരിക്കുന്നത്. സ്വതന്ത്രം ആ അഭിഷേകം അവരിലൂടെ കൊടുക്കണം. അപ്പോൾ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ പറയുന്ന കാര്യം എന്താണ്? അഭിഷേകം പകരപ്പെടും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മേൽ പകരപ്പെടാൻ തക്കവണ്ണമുള്ള അഭിഷേകം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മേലെ അഭിഷേകം പകരപ്പെടും. നിങ്ങളുടെ മേൽ ഉള്ളതിന്റെ അളവനുസരിച്ചാണ് പകരപ്പെടുന്നത്. 5 ബുദ്ധിമാന്മാരായ സ്ത്രീകളും കഥ വായിക്കുമ്പോൾ ബുദ്ധിയില്ലാത്ത സ്ത്രീകൾ വന്നിട്ട് ബുദ്ധിയുള്ള സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾ ഇടാൻ പറഞ്ഞപ്പോൾ ആ ബുദ്ധിയുള്ള സ്ത്രീകൾ പറഞ്ഞ ഇതാണ്, ഞങ്ങൾ നിങ്ങൾക്ക് എണ്ണ തന്നിട്ട് കാര്യം ഞങ്ങളുടെ ഞങ്ങൾക്കുള്ളത് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് തരാനുള്ളത് ഞങ്ങളുടെ ഇല്ല. എക്സ്ട്രാ ഉണ്ടായിരുന്നു. മനസ്സിലായോ? എന്താണ്? എക്സ്ട്രാ ഉണ്ടായിരുന്നെങ്കിൽ തരായിരുന്നു. പക്ഷെ എക്സ്ട്രാ ഇല്ല, ഞങ്ങൾക്ക് മാത്രം. എന്ത് ചെയ്യാം? മേലൂടെ പകരപ്പെടും. അപ്പൊ ആ അഭിഷേകം എന്ത് ചെയ്യണം? മോശയുടെ മേലുള്ള അഭിഷേകം എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ അഭിഷേകമാണ്. 70 പേർക്ക് കുറച്ച് കൊടുത്താൽ മതി. കുറച്ച് ആ 70 പേർ എന്ത് ചെയ്യുന്നു? ശുശ്രൂഷ ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അഭിഷേകത്തിന്റെ അളവ് നമ്മൾ വിചാരിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറമാണ്. അഭിഷേകം പകരപ്പെടും.
അഭിഷേകത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അഭിഷേകം നിങ്ങളിൽ നിന്ന് വിട്ടൊരു വ്യക്തിയിലേക്ക് പകരപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഈ സമയങ്ങളിലൊക്കെ ഇങ്ങനെ കാണപ്പെടുന്ന ഒരു ചുരുക്കമാണ്, അല്ലെങ്കിൽ നേരത്തെ സമയങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധനയ്ക്ക് സഭയിൽ വന്നിരുന്ന് ആരാധിക്കുമ്പോൾ അടുത്തിരിക്കുന്നവരിലേക്ക് അഭിഷേകം വ്യാപിക്കും. അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തി ആരാധിക്കുമ്പോൾ അതിനടുത്തിരിക്കുന്നവരിലേക്ക് എന്ത് ചെയ്യും? ആ അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിക്കും. അഭിഷേകം അവർ കൂടെ അഭിഷേകം പ്രാപിക്കാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം നാം ചിന്തിക്കുന്നതിനേക്കാൾ. മോശ എന്താ ചെയ്ത്? ചെങ്കടലിനെ പിളർന്നു. എന്താ മോശം എങ്ങനെ എന്താ പറഞ്ഞ്? ചെങ്കടലിന് മുമ്പ് വന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? മോശയുടെ പറഞ്ഞ്, നിന്റെ കയ്യിലിരിക്കുന്ന വടി എന്ത് ചെയ്യുക? നീട്ടുക. കടൽ നിരന്നുക. വഴിയില്ലാത്തടത്ത് വഴി തുറക്കപ്പെട്ടു. ചെങ്കടൽ വഴി മാറി. എന്താണ്? മോശയുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയുടെ വലിപ്പമാണത്. മിർയാമും അഭിഷിക്തയാ, അഹരോനും അഭിഷിക്തനാ. നമ്മൾ മുമ്പേ വായിച്ചല്ലോ, അഹരോനെ അഭിഷേകം ചെയ്യുക. പക്ഷെ മോശ വടി നീട്ടുന്നത് പോലെയല്ല മിർയാമിൽ പകർന്നിരിക്കുന്ന അഭിഷേകം. അഹരോനിൽ പകർന്നിരിക്കുന്ന അഭിഷേകം വ്യത്യസ്തമാണ്. മിർയാമിൽ പകർന്നിരിക്കുന്ന അഭിഷേകം വ്യത്യസ്തമാണ്. മോശയിൽ പകർന്നിരിക്കുന്ന അഭിഷേകം വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ നമ്മളിൽ ഓരോരുത്തരിലും പകർന്നിരിക്കുന്ന അഭിഷേകം വ്യത്യസ്തമാണ്. ആ അഭിഷേകത്തെ നമ്മൾ വർദ്ധിപ്പിക്കുക. ആ അഭിഷേകത്തിന്റെ വർധനവ് നമ്മളെ വ്യത്യസ്തരാക്കി തീർക്കും. ആ അഭിഷേകം നമ്മളെ അനേക കാര്യങ്ങൾ ചെയ്യുവാൻ ഇടയാക്കി തീർക്കും. ആ അഭിഷേകത്തെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനെ ആഗ്രഹിക്കുക എന്നുള്ളത് നമ്മുടെ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശയുടെ മുഖത്ത് അഭിഷേകം ജ്വലിച്ചതായി നമ്മൾ കാണുന്നുണ്ട്. ദൈവസ്ഥലം നിന്ന് ഇറങ്ങി വന്നപ്പോൾ മോശയുടെ മുഖം എന്ത് ചെയ്തു? ആമേൻ, ജ്വലിച്ച് പ്രകാശിച്ചു. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യും? പകരപ്പെടുവാൻ ഇടയായിത്തീരും. 1 മണിയായി. ദേവദാസനെ 1 മണിയായി. ഞാൻ ഇവിടെ നിർത്താം. കാര്യം നിങ്ങളുടെ സമയം നിർത്തുന്നത് നല്ലതാണ്. നിങ്ങൾ 1 മിനിറ്റാണ് തൊട്ടെങ്കിൽ സ്വാതന്ത്ര്യം. ദൈവഹിതമാണെങ്കിൽ നമുക്ക് നാളെ ബാക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഭിഷേകത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാൽ അത് നമുക്ക് നല്ലതായിരിക്കും. അതിനനുസരിച്ച് നമ്മളെ തന്നെ ക്രമീകരിച്ചു കൊടുത്താൽ അഭിഷേകം നമ്മളെ വ്യത്യസ്തരാക്കി തീർക്കും. ഈ വചനം നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ബാക്ക് ടു ജോസി പാസ്റ്റർ. ഗോഡ് ബ്ലസ് യു. നൽകിയ വലിയ സമയത്തിനായി സ്തോത്രം. വചനം അനുഗ്രഹമായി തീരട്ടെ. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുക. നോർത്തിൻ്റെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ന്യൂസ് നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഓരോ ദിവസവും, ഞായറാഴ്ച മാത്രമല്ല, ഓരോ ദിവസവും വീടുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ന്യൂസ്